നിലവിലെ സാഹചര്യം എന്താണ്? അല്പസമയം മുൻപ് കണ്ട കാഴ്ചകളാണ് വിഷ്ണു വിശദീകരിച്ചത്. നിലവിലെ സാഹചര്യങ്ങൾ ഒരിക്കൽ കൂടി അറിയാം. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, പോലീസ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഇന്ന് CJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇത്രയേറെ പ്രവർത്തകർ അവിടേക്ക് എത്തുമെന്ന ഒരു മുൻകരുതൽ ഉണ്ടായിരുന്നില്ലേ? അതാണോ ഈ പാർലമെന്റിന് തൊട്ടടുത്ത് വരെ ഈ പ്രതിഷേധം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചത്? നിലവിൽ എന്താണ് അവസ്ഥ? നിലവിൽ ഇപ്പോഴും ടിയർ ഗ്യാസ് പ്രയോഗം വ്യാപകമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. വിദ്യാർത്ഥികൾ തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. പക്ഷെ പാർലമെന്റിൽ നിന്ന് വളരെയധികം ദൂരത്തേക്ക് അവരെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ജന്തർ മന്ദറിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ആയിട്ട് ഇപ്പോൾ പ്രതിഷേധക്കാർ തുടരുകയാണ്. ഇത്തരത്തിൽ പാർലമെന്റിന്റെ തൊട്ടടുത്ത് വരെ ഡൽഹിയിൽ ഒരു സമരം എത്തുന്നത് ഇത് ആദ്യമാണ്, ചരിത്രത്തിൽ ആദ്യമെന്ന് തന്നെ വേണം പറയാൻ. കാരണം പുതിയ പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് റോഡിനോട് വളരെയധികം ചേർന്നുകൊണ്ടാണ്. ആ ചേർന്നുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിക്കൊണ്ട് മാത്രം വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആദ്യഘട്ടത്തിൽ ജന്തർ മന്ദറിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്ന പാർലമെന്റ് മാർച്ച് പിന്നീട് വിദ്യാർത്ഥികൾ പല സംഘങ്ങളായി തിരിഞ്ഞ് പല വഴികളിലൂടെ പാർലമെന്റിന് മുന്നിലേക്ക് എത്തിയതോടെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചത്. പാർലമെന്റിന്റെ 100 മുതൽ 50 മീറ്റർ വരെയുള്ള പ്രോക്സിമിറ്റിയിലേക്ക് വരെ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു എന്നതാണ് ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പ്രതിഷേധം ശക്തമായി തുടരുന്ന സാഹചര്യം പലതവണ പോലീസ് അതോടൊപ്പം തന്നെ ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പോലീസുകാരെയും പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. കല്ലും കുപ്പിയും ചെരുപ്പും ഉപയോഗിച്ച ഇവർ പോലീസിനെ എറിയുന്ന ഒരു സാഹചര്യവും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ തലസ്ഥാന നഗരം അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഇന്ന് ില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സമരത്തിനാണ് ഈ സമീപ കാലഘട്ടത്തിൽ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗങ്ങൾ, പോലീസിന്റെ തന്നെ ആർമഡ് ഫോഴ്സ് തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ മുന്നിൽ നിന്ന് ആദ്യം 100 മീറ്റർ പിന്നിലേക്ക്, പിന്നീട് ഒരു 100 മീറ്റർ പിന്നിലേക്ക്, ഇങ്ങനെ ഘട്ടം ഘട്ടമായി വിദ്യാർത്ഥികളെ മാറ്റി അവിടെയെല്ലാം ബാരിക്കേഡ് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരിക്കൽ ഒഴിപ്പിച്ച വഴിയിൽ മറ്റൊരു വഴിയിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിയുമ്പോൾ ഇവർ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊരു ഉച്ചവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കൃത്യമായി പോലീസ് എല്ലാ വഴികളും ഒരേ സമയം തന്നെ ഒരുപോലെ ഒഴിപ്പിച്ച് നീക്കിയത് കൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ പാർലമെന്റിൽ നിന്ന് വളരെ അകലത്തിലാണ് എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാൽ തന്നെയും വിദ്യാർത്ഥികൾ തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ റോഡുകളിലൂടെയും ലക്ഷ്യമാക്കി വന്നിരുന്നത്. അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരുള്ളത് ഡൽഹി ജന്തർ മന്ദറിന്റെ തൊട്ടടുത്ത ഒരു റൗണ്ട് അബൌട്ടിലാണ്. അതിന്റെ 4 വശത്തുനിന്നും പോലീസിന്റെ സംഘം എത്തി ഇവരെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്. ടെലിഫോൺ, മൊബൈൽ ഫോൺ സേവനങ്ങൾക്കും നേരിയ തോതിൽ തടസ്സങ്ങൾ നമ്മൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും പ്രതിഷേധത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നാണ് പ്രതികൂല കാലാവസ്ഥയിലും വിദ്യാർത്ഥികൾ പറഞ്ഞത്. പക്ഷെ പോലീസും ശക്തമായ നിലപാടെടുത്തതോടെയാണ് ഇന്ന് വലിയൊരു കയ്യാങ്കളിക്ക് തന്നെ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. വിഷ്ണു, ഇപ്പോ അഭിജിത്ത് ദീപ്കെ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് റിപ്പോർട്ട്. നേരത്തെ CJP പ്രവർത്തകർ തന്നെ പറയുന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയില്ല. ഇപ്പോൾ MP-മാരുടെ പിന്തുണ ഈ വിഷയത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എക്സിലൊക്കെ പോസ്റ്റ് വരുന്നുണ്ട്. ഈ അഭിജിത്ത് ദീപ്കെ എവിടെയാണ് എന്ന സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പുറത്തു വരുന്നുണ്ടോ? സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ കസ്റ്റഡിയിലെടുക്കുന്ന നേതാക്കളെ മറ്റ് പലയിടങ്ങളിലേക്ക് മാറ്റുന്ന പതിവാണ് ഡൽഹി പോലീസിനുള്ളത്. പലപ്പോഴും ഡൽഹിയുടെ അതിർത്തിയിലുള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്കാകും സാധാരണ മാറ്റാറുള്ളത്. പിന്നീട് രാത്രി ഏറെ വൈകിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഒക്കെ വിട്ടയച്ച സാഹചര്യവും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വിട്ടയക്കാനുള്ള സാധ്യത, അതിവേഗം വിട്ടയക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല, ജന്തർ മന്ദറിന്റെ കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ 1 മാസത്തിലേറെയായി സമരം നടത്തിക്കൊണ്ടിരുന്ന വേദിയും ഇപ്പോൾ പോലീസ് നടപടികളാണ് എന്തായാലും ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത നേതാക്കളെ എങ്ങോട്ട് മാറ്റുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവരം ലഭിച്ചില്ലെങ്കിലും അറസ്റ്റ് വരും മണിക്കൂറുകൾ ഒരു പക്ഷേ പോലീസ് രേഖപ്പെടുത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ഇത് ഇനിയൊരു നീണ്ട കോടതി വ്യവഹാരത്തിലേക്കായിരിക്കും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടത്തുക. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ 1 മാസത്തിലേറെ നീണ്ടു നിന്ന സമരങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസ് കൃത്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിനായി മാത്രം ക്യാമറ ടെക്നീഷ്യൻസിനെ എല്ലാം തന്നെ വാടകയ്ക്കെടുത്തും അവരെ നിയോഗിച്ചും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഇനിയിപ്പോൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന്
പരിശോധിക്കുന്നുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഈ സമരവേദി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിനെല്ലാം അഭിജിത്ത് സമാധാനം പറയേണ്ടുന്ന തരത്തിലുള്ള ഒരു നിയമ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പാർലമെന്റ് തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടിയപ്പോൾ ഒരുപക്ഷെ സംഘാടകരുടെ കൈകളിൽ പോലും നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിച്ചേർന്നത്. ടിയർ ഗ്യാസ് ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് ഡൽഹിയിൽ ഉപയോഗിച്ചു